അപ്പൊ നമ്മളിത് കോഴിയുടെ ഇത് തൂവല് പറിക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ ഇത് പുറത്ത് മഴ ചെയ്തുകൊണ്ട് നമ്മൾ അകത്ത് വെച്ചാണ് സെറ്റ് ചെയ്യാൻ പോണത്. വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി വെള്ളം തിളക്കണ്ടേ? ഇത് മതി. കുറച്ച് ഉപ്പിടാം അല്ലേ? ഇച്ചിരി ഉപ്പിടാം. ഉപ്പിട്ട ഈ തൂവലൊക്കെ പെട്ടെന്ന് പോവെന്ന് പറയുന്നുണ്ട്. നോക്കാം. അപ്പൊ നമുക്ക് ഇവനെ എടുത്ത് ചൂടുവെള്ളത്തിലോട്ട് ഇടാം. ഇല്ല, ഇനി കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് ചൂട് പിടിക്കട്ടെ. അപ്പൊ ക്ലിയർ ആയിരിക്കും. ഒരു 2 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. ഒരു തണുപ്പൊക്കെ ഉണ്ടല്ലോ. ഈ ഇതിന്റെ നഖത്തിന്റെ ഇതുകൊണ്ട് ഇതിന്റെ പ്രായമൊക്കെ അറിയാൻ പറ്റും. ഇതെന്നാ ഒന്ന് പറഞ്ഞേ. അല്ലല്ല, അത് എനിക്കറിയാൻ അതറിയണത് ഈ നഖമില്ലേ, ഈ ഇതില്ലേ, അത്യാവശ്യം പ്രായമുണ്ടല്ലേ. 2 വർഷമല്ലൊക്കെ കാണുമായിരിക്കും. 2 വയസ്സായ പൂവൻകോഴിയെ നമ്മൾ സെറ്റാക്കും. നമുക്കിനിയിപ്പോ ഒരാഴ്ച അവധിയാണല്ലോ. അല്ലാതെ തണുത്തു പോയി. എടുക്കട്ടെ, എടുത്തോ, പൊളിച്ചു നോക്കൊന്നു. പൊളിച്ചു നോക്കാം. നീ ഇതങ്ങനെ വെക്കാം. ചൂട് അങ്ങനെ പിടിക്കുവാ. ഇങ്ങോട്ട് എടുത്ത് വെക്കടോ. നീ അവിടെ വെച്ച് നീ കാണിച്ച്. നമ്മള് ഇത് സൂക്ഷിച്ച് പൊളിച്ച് കണ്ട ഈ പ്ലാസ്റ്റിക്കിലോട്ട് ഇട്ടല്ലേ. എന്താ ഇതിപ്പോ ഇനി അവിടെ വെക്കാൻ പറ്റില്ല. ഇവിടെ വെച്ച് അങ്ങോട്ട് പൊളിക്കും. എന്താ പോണോ? നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമാണ്. ഇവിടെയും പുറത്തിരുന്ന് പൊളിക്കേണ്ട കാര്യം. വേണ്ട വേണ്ട. ഇത് ലാസ്റ്റ് നാട്ടിലാണെങ്കിൽ ചൂട്ടൊക്കെ കത്തിച്ച് അതിന്റെ ഇതൊക്കെ കളയുമല്ലേ. ഇവിടെ ഇപ്പൊ അതൊന്നും നടക്കൂല. നമ്മള് പക്ഷെ നമുക്ക് അല്ലാതെ ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലേ. ചൂട്ടല്ല, തീ കത്തിച്ച 1500 വേറെ പോവും. പയറഞ്ച് ഈസി ആയിട്ട് പറ്റുന്നുണ്ടല്ലേ. അത് ഞാൻ അതനുസരിച്ച് ചെയ്യണോണ്ടാണ്. നിനക്ക് കാണുമ്പോ എല്ലാം ഈസി ആയിട്ട് തോന്നും. കീർത്തി നൈസായിട്ട് ഇടയുന്ന കീറി അല്ല, എനിക്കിവിടെ നോക്കുമ്പോ നല്ല ഈസി ആയിട്ട് തോന്നുന്നു. പറഞ്ഞപ്പോ തന്നെ കയ്യിൽ നിന്ന് പോണില്ലല്ലോ. അതാ ഞാൻ ചോദിച്ച ഗ്ലൗസ് വേണമെന്ന് ചോദിച്ചത്. വേണ്ട, നമ്മളിപ്പോ ഇതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അതിന്റെ ആയിരിക്കും മിക്കവാറും. ഇതാണെന്നറിയില്ല. കഷ്ടകാലത്തിന് ഉപ്പിട്ടും പോയി. നേരത്തെ പറഞ്ഞ നമ്മളിത് ചാറ് കറിയൊന്നും ആക്കണില്ല. നമ്മൾ കുക്കറിനകത്തിട്ട് 2-3 പ്രഷർ കയറ്റിയിട്ട് ഫ്രൈ ചെയ്യണം. ഫ്രൈ ആക്കണ്ട, എന്നാ വറുക്കാം. പോ എടോ, നമ്മളെ കറിയാക്കി എടുത്താൽ മതി. ഇടോ ഇങ്ങനെ ഗ്രേവി ആയിട്ട് റോസ്റ്റ്, ചെറിയൊരു ഗ്രേവി അത്ര. വറുത്ത് കഴിഞ്ഞ് ഇതിന്റെ ടേസ്റ്റ് പോവും. അതെ, ഞാൻ ശരിയാക്കും. ഓക്കെ, ഇനി ഇത് മൊത്തം ക്ലീൻ ചെയ്തിട്ട് കാണാം. കട്ട് ചെയ്യുമ്പോ കാണാം. പക്ഷെ ഇത് വലിയ മാംസമൊന്നും ഇല്ലെന്ന് പറയുന്നത്. ഇപ്പൊ ഈ മാടത്തേനെ പോലെ ഇരിക്കുന്ന കുഴപ്പമില്ല. പക്ഷെ സാധാരണ നമ്മൾ അന്നൊക്കെ മേടിച്ചെന്നൊക്കെ പറഞ്ഞാൽ അവൻ നല്ലോണം തീറ്റയൊക്കെ തിന്ന് നല്ല ഇതില് വിളയതുമായിരുന്നു. ശരിയാണ്, അധികമില്ല. പക്ഷെ അവിടെ ഓടി നടക്കണല്ലേ. മറ്റേത് പിന്നെ അല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. റെസ്റ്റ് ഇല്ലല്ലോ ഇവർക്ക്. ഭയങ്കര ഓട്ടവും പറക്കലും ഒക്കെ ആവുമ്പം മസിലായിരിക്കും ജോലി. മസിൽ എവിടം വരെയായി? എല്ലാം കഴിഞ്ഞ് ഇനി ഇതിനകത്ത് ചെറിയ ഈ പഞ്ഞി രോമങ്ങളുണ്ട്. അല്ലേ ഇത് കണ്ടോ? അതെ, ഇത് കണ്ടോ? അതെ, കാണാൻ വയ്യ. അത് ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ നമ്മള് ഞാൻ പറഞ്ഞേ നമ്മള് ചെറിയ സെറ്റപ്പ് ഇങ്ങനെ. ഇനി അത് പറിച്ചു കളഞ്ഞാ പോത്തില്ലേ? അത് അതിങ്ങനെ നമ്മള് പറിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. ഇതുകൊണ്ട് മൊത്തം അങ്ങോട്ട് കത്തിപ്പോക്കോ. ഇങ്ങനെ ഇവിടെ ഉണ്ട്. ഇങ്ങനെ പുക വരും അതിന്റെ അടുത്ത്.
നമ്മളങ്ങനെ കാണുന്നിടത്തോട്ട് അങ്ങനെ ചെന്നാൽ പോരെ, ഇത് ഓരോ സ്ഥലം ക്ലീനാക്കി വരണം. ഇവിടെ നിൽക്കുമ്പോ അവിടെ കണ്ടെന്നും വേണ്ട ഹെൽപ്പ് വേണം. ഹെൽപ്പ് വേണ്ട, നീ വീഡിയോ എടുക്കുകയല്ലേ, എന്റെ പരിപാടി കഴിയണ വരെ ആരുടെയും ഹെൽപ്പ് വേണ്ട. കഴിഞ്ഞാലും വലിയ ഹെൽപ്പൊന്നും വേണ്ട. പിള്ളേർക്കൊന്നും പക്ഷെ ഇഷ്ടമല്ലായിരിക്കും നമ്മളെ കഴിക്കണം. അതാണ് പ്രശ്നം. ആരും കഴിക്കും, അവൻ കഴിച്ചോളൂ. അന്നമ്മല അല്ലു ഈ ഏരിയയിലോട്ട് വരികയല്ലോ അവള്. ആ കട്ട് ചെയ്തോ. ഇതിന്റെ നമ്മള് തൊലിയോടുകൂടിയാണല്ലേ കറി വെക്കണം? അത്രേ ഉള്ളൂ. ആണല്ലേ? കത്തി അത് പോരെന്നാ എനിക്ക് തോന്നണേ. വലിയ കത്തി എടുക്കും. ഇതെന്താണ് ഇങ്ങനെ പിടിച്ചു തരാം. വേണ്ട, കിട്ടി കിട്ടി. ആ കാച്ചേ ഇത്തിരി ഉള്ളെങ്കിലും സംഭവം അടിപൊളിയായിരിക്കും. അതെ. അതെന്താണ് നോക്കണം? ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചതാ. അല്ലെ നമ്മള് കുക്കറിനകത്ത് സാധനം മാറ്റി കുക്കർ എടുത്താണ്. അല്ല ഇപ്പൊ അതിൽ ഒഴിച്ചിട്ട് നമ്മള് കുക്കറിലോട്ട് ഇട്ടാ മതിയല്ലോ വേവിക്കാൻ അല്ലേ? കുക്കർ വേണം. ചൂടുവെള്ളമാണ് എടുക്കണ? ചൂടുവെള്ളമാണ്. അപ്പൊ പച്ചവെള്ളമല്ലേ? ഇതിന് കഴുകാൻ അതാ തൊലി ഒന്ന് ടൈറ്റ് പോലെ, നല്ല ഒരു മുറുക്കം പോലെ. അപ്പൊ അതെങ്ങനെ വശക്കേടിനെങ്ങാനൊന്ന് ഇതായാലാന്ന് നോക്കാം. നമുക്കിപ്പോ തന്നെ പീസാക്കി അങ്ങനെ ഇട്ടേക്കാം. ഓക്കെ. നമ്മുടെ മറ്റേ എവിടെ പീസ് കണ്ടില്ല. ഓക്കെ. നമ്മൾ ഇതൊന്നും അറിയല്ലേ, ഇതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി. അയ്യോ ഞാൻ എനിക്ക് കാണാന്നാ പറഞ്ഞേ. ഇത് കണ്ട രോമം വീഡിയോ ഞാനീ നോക്കിക്കൊണ്ടിരിക്കുന്നു. എവിടെ കണ്ടില്ല? ആ ഇപ്പൊ കാണാം. ഓക്കെ മനസ്സിലായി. കണ്ടെന്ന് ഇവര് ആദ്യമേ ഇതോണല്ലേ ഇത് കാണിച്ചിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ് ഇതിങ്ങനെ പറഞ്ഞത്. അപ്പൊ അവള് വീഡിയോ എടുക്കാതെ പറഞ്ഞ ഞാൻ കണ്ടെന്ന് വീഡിയോ എടുക്കാണ്ട് നിന്നിട്ട് പറയാൻ. അതല്ലേ എന്തെന്ന് ഇനിയാണ് ഇത് ഇവിടെയാണ്. ഇനിയാണ് നമ്മൾ സർജന്റെ പണിയാണ്. കരളൊക്കെ വന്ന വരവെന്ന ഇത് നമ്മളെ നമ്മുടെ സേഫ്റ്റിക്ക് നല്ലത്. നമ്മൾ ആ കട്ട് പൊട്ടാതിരിക്കണമെങ്കിലേ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇത് കറക്റ്റ് വേ ഓഫ് കട്ടിങ് അല്ല.
കാര്യങ്ങൾ കഴിഞ്ഞു. നമുക്കെടുക്കാം. നമുക്കിത് മൊത്തം എടുക്കാം. അതത് പൊട്ടിക്കുമ്പോൾ ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാവും. അത് ഇടങ്ങേറെ സ്ഥലങ്ങളൊക്കെ വന്നിട്ടിരിക്കുന്നത്. ശരിയാണ് കേട്ടോ. നമ്മളെന്തായാലും ചിരിച്ചണ്ട് വയ്ക്കുക. ഓക്കെ, ഇതിവിടെ പൊട്ടു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കട്ട് ഉണ്ട്. അതല്ലേ കരൾ വേണ്ടേ? പിന്നെ പിന്നെന്നൊക്കെ പറയട്ടെ, ഇവള് കഴിക്കുമോ? ഇവളത് കഴിക്കൂലേ? വെറുതെ രമ്പല്ലേ. സൂക്ഷിച്ചെടുക്കണം. ആ കട്ട് എന്ന് പറഞ്ഞ സാധനം പൊട്ടൽ. ഇനി നമ്മൾ ഇതിനെ അങ്ങോട്ട് ക്ലീൻ ചെയ്യാം. ഇനി ഈ സാധനത്തിന് അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇതൊന്നും എല്ലാരും കഴിക്കുകയില്ലായിരിക്കും അല്ലേ? ഓ, പക്ഷെ എനിക്കിഷ്ടമാണ്. ഞാൻ ആദ്യമേ തന്നെ ഈ കവറിലോട്ട് തന്നെ ഇട്ടു. പറഞ്ഞ ഇതൊക്കെ പൊളിക്കാൻ നല്ല സുഖമാണ്. അയ്യോ, ഇതിങ്ങനെ ചിക്കൻ ഇങ്ങനെ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളെ ഇവിടെ കറി വെക്കണ പോലല്ല. ചിക്കൻ ഇച്ചിരി വേവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നാടൻ ചിക്കനെ. അപ്പൊ അമ്മച്ചിയൊക്കെ ഇത് ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോ ആദ്യമേ തന്നെ ചെന്ന് അതിനകത്തുനിന്ന് പെറുക്കി കഴിക്കണ സാധനം. ഞാൻ മാത്രമല്ല കേട്ടോ, ഇതിനോട് ഇഷ്ടമുള്ള എല്ലാവരും. വട്ട് നല്ല ക്ലീൻ ആയല്ലേ? വട്ടെന്നാ പറയണം. വട്ട്, കട്ട, അങ്ങനെയല്ല. കട്ടെന്ന് പറഞ്ഞാൽ മറ്റേതാണ് എനിക്ക് കുറച്ചില്ലായിട്ട് പറഞ്ഞത്. ഇതൊരു മുറുക്കുണ്ടോ ഇങ്ങനെ ഞങ്ങള് അതൊക്കെ വരുമ്പോഴേ എനിക്കിഷ്ടമല്ല. ഇനി നമ്മള് ഈ സാധനം അവോയ്ഡ് ചെയ്യണം. അത് കട്ട് ചെയ്ത് കളയല്ലേ ചെയ്യണേ? അല്ലാണ്ട് ഇവനങ്ങാട് ഇച്ചിരി അഴുക്കിന്റെ പോഷണങ്ങളോ. എവിടെ കഷ്ണങ്ങളെല്ലാം ഒന്ന് കാണിച്ചു കട്ട് ചെയ്ത് കഴിഞ്ഞ്. അതെ, കുറച്ച് അധികം വലിയ മാംസം കൂടുതലില്ല. ഇതിപ്പോ താറാവിനെയൊക്കെ കട്ട് ചെയ്ത പോലെ ഇരിക്കണം. റോസ്മി ചാടി നോക്കണം കാണിച്ചു. ഇത്രയാണ്. ഇതാണ് നമ്മുടെ പൂവൻ. പൂവൻ അങ്ങനെ ചട്ടിയിലായി. ഇനി ബാക്കിയുള്ളതേ കുറച്ച് ചോറൊക്കെ കൊടുക്കാൻ പറ്റും. അല്ല, അത് വേറെ കാര്യമുണ്ട്. നമ്മള് പണ്ടത്തെ നമ്മളൊരു വീഡിയോ ഇട്ട് അത് ബേബി മെറ്റിലായിരുന്നു തിന്നു വെച്ചത്. ബേബി മെറ്റില് ഇതിനെ കട്ട് ചെയ്ത് അതിനകത്ത് ബേബി മെറ്റിലായിരുന്നു. പക്ഷെ അത് നല്ല വലിയ കോഴിയായിരുന്നു. ഞാൻ കോഴിനെ ഡ്രസ് ചെയ്ത് വന്നപ്പോ ടബില് സൗണ്ട് കേൾക്കണം, ടെങ് ടെങ്. ഈ സംഭവം എടുത്തു നോക്കിയപ്പോ അതിനകത്ത് നിറച്ച് മെറ്റില് വീണ ചെടി കേട്ടിട്ടില്ല. ബേബി മെറ്റില് അതിങ്ങനെ കൊത്തി കൊത്തി തിന്നല്ലോ കുറച്ചൊക്കെ. അപ്പൊ ഇനി ഇത് കഴുകി കുക്കറിലോട്ട് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാൻ പോയി. എന്നിട്ട് പിന്നെ കറി അല്ലേ? അപ്പൊ ഓക്കെ. കറിയല്ല, റോസ്റ്റ്. ഫ്രൈ ആക്കിയേ ചെയ്യുള്ളൂ. റോസ്റ്റ് അല്ല, കറി വെക്കാനൊന്നും ഇല്ല. റോസ്റ്റ് ഇന്നത് വേവിച്ചു. ഇപ്പൊ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് അങ്ങോട്ട് ഇതാക്കിയതാ, ഒന്ന് കഴുകി കളയാനായിട്ട്. ഒരു കളറും കിട്ടും. പിന്നെ ഇതിലാ വിഷാംശം. ഇതിനെന്ത് വിഷാംശമൊന്നും ഇല്ലല്ലോ. നല്ല ഇത് ക്ലീൻ ചെയ്ത ആള് വിഷം ആയതുകൊണ്ട് അഞ്ച് മിനിറ്റ് മഞ്ഞപ്പൊടി ഇട്ടത് 5 മിനിറ്റ് വെക്കാവുള്ളന്നൊക്കെ പറയണത്. അല്ലെങ്കിൽ 5 മിനിറ്റ് വെക്കണമെന്നില്ലല്ലോ. അത് പച്ചക്കറിയുടെ കാര്യത്തിലാ പറയാറ്. നമുക്കിത് 5 മിനിറ്റ് ഒന്നും വേണ്ട. നമ്മളത് കഴുകി കുക്കറിലോട്ട് ഇടിയാണ്. ഇട്ടോ
കുരുമുളക് പൊടി വേണം, അതാണ് മെയിൻ. കരള് ഇടണ്ടല്ലേ? എന്താ കരള് കലങ്ങിപ്പോ? കരള് പിന്നെ വേറെ രൂപത്തിലേ തിരിച്ചു വരുള്ളൂ. അത് കറി നമ്മൾ ആക്കുമ്പോ അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അല്ല അത് പക്ഷേ ക്യാമറമാൻ ക്യാമറ എടുത്താൽ മതി. ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഇടുന്നു. നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ വേണ്ടേ? അതിലാവേ. ഇച്ചിരി കുരുമുളക് പൊടി ഇച്ചിരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് മെയിനായിട്ട് ഇടുന്നത്. ഇനി നമുക്ക് എല്ലാ പൊടിയും കുറേശ്ശെ ഇടാം. കുറച്ച് മസാലപ്പൊടി കേട്ടോ. മല്ലിപ്പൊടി അല്ലേ അത്? മസാലപ്പൊടി. ഇത് മസാലപ്പൊടിയാണ്. കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. നമ്മൾ ഇതിൽ വേവിച്ചിട്ട് വറുത്തെടുക്കാം. കുറച്ച് കാശ്മീരി, പിന്നെ വേപ്പിലയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ അങ്ങോട്ട് ഇടാം. ഇച്ചിരി വെളിച്ചെണ്ണ, കുറച്ച് വിനെഗർ, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില എല്ലാം കൂടെ ചതച്ചിട്ടല്ലേ? വേപ്പില ഉണ്ടായില്ല കേട്ടോ, 2-3 എണ്ണ ഉണ്ടായുള്ളൂ. എല്ലാം കൂടെ അങ്ങനെ മിക്സ് ചെയ്യും. അന്നിങ്ങനെ ഇത് ശരിയാക്കിട്ടേ നമ്മൾ കറിയൊന്നും ആക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ വെറുതെ വേവിച്ച് കഴിഞ്ഞിട്ട് അപ്പൊ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ കറി വെക്കാനൊക്കെ ആലോചിച്ച് കഴിഞ്ഞിട്ട് ഇതാക്കി. ഇനി ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വലിയ നെയ്യില്ല, നെയ്യ് കുറവാ. പക്ഷെ അന്നത്തെ കോഴിയുടെ അകത്ത് നല്ല നെയ്യായിരുന്നു. ഈ കരളില്ലേ, ഇതും കൂടെ ഇതിനകത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലാസ്റ്റ് ഒരു ബോക്സ് എടുത്തില്ല, അവിടെ ഇരിക്കുന്ന ആ ബോക്സിന് ഇതെടുത്ത് മാറ്റിക്കോ. നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇടാം. നോക്കാം ഒരു മിനിറ്റ്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഇതൊരു 3 വിസില് വേണ്ടി വരുമായിരിക്കും അല്ലേ? 3 വിസില് വേണം. അത് കഴിഞ്ഞ് ഉള്ളത് ഞാനങ്ങോട്ട് ക്ഷമിച്ച് സഹിച്ച് 3 എന്തായാലും വേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഇരുന്ന് വേഗട്ടെ അങ്ങോട്ട് 3 വിസില് വന്നവരെ അവിടെ ഇരുന്ന് വേഗട്ടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതെടുത്ത് നമ്മൾ ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. അപ്പൊ നമ്മൾ നോക്കും, എന്നിട്ട് തീരുമാനിക്കും സവാള ഇട്ട് ഗ്രേവി ആക്കണ വേണ്ടേന്ന്. മിക്കവാറും അതോടുകൂടി കാര്യം തീരും. അപ്പൊ നമ്മൾ തലേ ദിവസമാണ്, ഇന്നലെയാണ് കുക്കറിനകത്ത് നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് വേവിച്ച് വെച്ചത്. ഇപ്പൊ പിറ്റേ ദിവസം നമ്മളത് ശരിയാക്കാൻ പോയാണ് കേട്ടോ. അപ്പൊ നമുക്ക് കുക്കർ തുറന്നു നോക്കാം. ഇപ്പൊ ഇത് നന്നായിട്ടൊക്കെ പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ ഒരു ദിവസം അത് റെസ്റ്റ് ചെയ്തല്ല, അതെ, ഒരു നൈറ്റ് അത് മതി, അത് നല്ലതാണ്. ഇനിയിപ്പോ നമ്മൾ അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോയി ഞാൻ. അപ്പൊ അതിന്റെ കോഴിയുടെ നെയ്യും ഇതിനകത്തൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കപ്പ ഫ്രൈ ചെയ്ത് നോക്കാം. കുറച്ച് നാല് മതി. ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നു അല്ലേ? അത് വെന്തിട്ടുണ്ടാന്ന് എങ്ങനെ അറിയുമ്പോ? നമുക്കിത് മസാല ഇട്ടിട്ടേ കുക്കറിനകത്തോട്ട് ഇത് ഫ്രൈ ചെയ്യും. ഫ്രൈ ചെയ്തിട്ട് കുക്കറിനകത്തോട്ട് ഇടും. ലാസ്റ്റ് ഇതിനകത്ത് സവാള വാട്ടും, അത് കൂടെ ഇതിനകത്തോട്ട് ഇടും. എന്നിട്ട് ഒറ്റ ഒരു വിസില്. സൂപ്പറായിരിക്കും. അപ്പൊ നമുക്ക് ഇത് മാംസം കുറവാണ്ടാ, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളപ്പോ ഒന്ന് ഒരു കാര്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടിക്കറിയൊക്കെ ഉണ്ടാവും, നമ്മളത് കാര്യമൊക്കെ ഉണ്ടാവും. എനിക്ക് എല്ലാ ദിവസവും ഒരേ പണി കിട്ടാറുണ്ട്.
അങ്ങനെ മാറിയിരിക്കാം. ഇത് സംഭവം ഓക്കെ ഉള്ളെങ്കിലും ഇതിന്റെ ആ ഒരു ടേസ്റ്റ് അല്ലേ, അതാണ് അതാണ് ഇത്. നമ്മൾ ഇതിനകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടില്ലല്ലോ. ജിഞ്ചറും ഗാർലിക്കും കൂടെ സെപ്പറേറ്റ് ചതച്ചിട്ടു. ചതച്ചിട്ട് ഓക്കെ ഓക്കെ. നമുക്ക് ഈ ഫ്രൈ ചെയ്യുമ്പോഴേ ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ വേപ്പില ഹതമായി പോയി, അല്ലെങ്കിൽ വേപ്പിലേക്ക് പറയുമ്പോ നമുക്കൊരു വേപ്പില പിടിപ്പിക്കാൻ പപ്പ ഇവിടെ ഒരു ചെടിച്ചട്ടിയിൽ പിടിപ്പിച്ച് നമുക്ക് അകത്ത് വെക്കാലോ. വിന്ററിലെ പെട്ടെന്നൊന്നും ആകും ആകും. നമുക്ക് അതൊന്ന് നോക്കാം എന്തായാലും കേട്ടാ. ഓ ഇയാൾ ഇതേവരെ ഒന്നും നട്ടിട്ടില്ലല്ലോ, അത് നട്ടോ. ഓ ഇന്ന് നമ്മുടെ പാവലിനൊക്കെ പന്തലിടാൻ വന്നിട്ടോ, രണ്ടുപേരും വന്നു. യജ്ഞയും വന്ന് മഹിമയും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് പന്തലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പാവല് കയറിയാൽ മാത്രം മതി. ഇനി പാവല് വരും ഇനി. അതാണ് എന്റെ ഒരു ഡൗട്ട്. അപ്പൊ ഇത് ഇനി വറുത്ത് വരട്ടെ അല്ലേ? വറുത്ത് എടുക്കണം. ഓക്കെ. ഉടുപ്പിട്ടേക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഈ എണ്ണ ഇങ്ങോട്ട് തെറിക്കാൻ തുടങ്ങും. കണ്ടാ ഇപ്പൊ ഇതിനകത്തുനിന്ന് നെയ്യുന്ന എണ്ണ ഇറങ്ങുന്നുണ്ട്. തലമാറ്റിട്ടോട്ടെ, മറിച്ചിട്ടോ. ഞാൻ സൂം ചെയ്യുന്നുള്ളു, ഞാൻ അടുത്തോട്ട് തന്നെ ഇല്ല. വരാണ്ടിരിക്കാൻ നല്ലത്. ഓക്കെ. ഇങ്ങനെ ഈ പരുവത്തിന് കിട്ടണം. കുരുമുളക് പൊടിയൊക്കെ അങ്ങോട്ട് ഇടുമ്പോഴേ ഇതൊരു ഇതിലിങ്ങനെ വെക്കും. ഇന്നലെ അവിടെ ഓടിക്കളിച്ച് പോലെ പഞ്ചസാര നല്ല അവര് ഈ കളറാക്കണെങ്കിൽ പഞ്ചസാര ഇട്ടില്ലേ കേട്ടാ പാപ്പ. ഇന്നലെ അവിടെ ഓടിക്കളിച്ച് നടന്നിട്ട് പോവാനാണ്. ഇന്നിപ്പോ ചട്ടിയിലായി. അത് കരളാണോ? അത് അല്ല, ആപ്പാടെ ഒരു മാംസേ ഉള്ളു. ഒരു മാംസം ഇറച്ചിയുടെ പീസായിട്ട് അത് മാത്രമേ ഉള്ളൂ. പിന്നെ കട്ടല്ലേ വട്ട് വട്ട് വട്ട്. അതെ ഇത് കണ്ട ഈ പരുവത്തിന് ആ സൈഡ് നമ്മളെ മുന്നിൽ കഴിയുമ്പോ നമ്മളത് മാറ്റി. ഒരെണ്ണം മറിച്ചിട്ടില്ലല്ലോ ജോല്. അല്ല അതിന്റെ ഈ സൈഡ് ഇരിക്കുന്ന നേരെ ഉള്ളത്. അത് മറിച്ചിട്ടില്ല. അപ്പൊ അതിന് മാത്രം കളറില്ലല്ലോ. ഒന്ന് മറിച്ചേ, അതൊന്ന് ആണോ? ഓക്കെ. ഞാൻ പറഞ്ഞ ഇതിന്റെ ഇത് ഇറങ്ങണുണ്ട് കേട്ടാ. ഓക്കെ. നെയ്യ് ഇറങ്ങണുണ്ട്. ഓക്കെ. ഇനി ആ സൈഡും കൂടെ ആയി കഴിഞ്ഞിട്ട് അടുത്തും കൂടെ വറുത്തെടുക്കാം. അല്ല, ഒരു ട്രിപ്പും കൂടെ അല്ലേ ഉണ്ടാവുള്ളൂ? ഒരു പ്രാവശ്യം കൂടെ ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് രാവിലെ ഇന്ന് പൂരിയായിരുന്നു. ഇന്ന് ഇതാണ് സ്പെഷ്യലാണ്. ആരുടെ ആയിരിക്കും? ഇതാണ് രാവിലെ പൂരി ഉണ്ടാക്കിയതേ. സൂപ്പർ പൂരിയായിരുന്നു. നമ്മള് ചിക്കൻ ആയി കഴിയുമ്പോ ചിക്കനും പൂരിയാണെന്ന് ടേസ്റ്റ് ചെയ്യാൻ പോണോ? അതെ, എനിക്ക് ടേസ്റ്റ് ചെയ്യാനേ ഉള്ളത്. അയ്യോ, ആയിക്കൊണ്ടിരിക്കുന്നു. എന്തിലോട്ടാണ് ഇടുന്നത്? അതിലെ പ്ലേറ്റ് എടുക്ക്. ഓക്കെ. ഈ പാകം മതിയാ? ഓക്കെ. ഇത് നമ്മൾ ഇനി കോരി അടിക്കുക. നമ്മൾ അധികം അങ്ങോട്ട് ഫ്രൈ ചെയ്യണില്ല. ഓക്കെ ഓക്കെ. ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ അല്ലേ? ഇനി ഒന്നും കൂടെ ഓക്കെ. ഇതിന്റെ വേവ് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു 2 വർഷം എന്തായാലും മൂപ്പുണ്ട്. കട്ടി മാംസമായിരുന്നു. നെക്സ്റ്റ് ട്രിപ്പും ഡൺ. അപ്പൊ ഇനി എല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് കാണാം അല്ലേ പപ്പ? ഒരു ട്രിപ്പും കൂടെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇനി നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് ഇതും കൂടെ അങ്ങോട്ട് എടുത്ത് മാറ്റാം. ഓക്കെ.
ഇവിടെ റയർ ഐറ്റംസ് ആണ്. അതെ, അല്ല ഉള്ള സ്ഥലമൊക്കെ ഉണ്ടാകും കേട്ടോ. നമ്മള് നമുക്ക് അങ്ങനെ എപ്പോഴും കിട്ടാറില്ല. എപ്പോഴും അല്ലേലും വേണ്ട, വല്ലപ്പോഴും മതി. അല്ല നാട്ടിലാണെങ്കിലും നമ്മള് നാടൻ കോഴീനെ ഇപ്പൊ അങ്ങനെ എപ്പോഴും ഒന്നും കഴിക്കില്ലല്ലോ, വല്ലപ്പോഴും ഒക്കേഷണലി മാത്രമല്ലേ നമ്മൾ. ഗുണമുള്ളതാണെന്ന്, പക്ഷെ നമ്മൾ സ്കിന്നൊക്കെ കളഞ്ഞെടുക്കണം. സ്കിന്ന് കളഞ്ഞെടുത്ത പിന്നെ ടേസ്റ്റ് പോയില്ലേ. ഇനി നമുക്കൊരു പരിപാടിയുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവർ ഉണ്ടല്ലോ ഇതിനകത്ത്, അവനെ ഒന്ന് അങ്ങോട്ട് വറുക്കണം. ചിലപ്പോൾ പൊട്ടിത്തെറിക്കാം ചാൻസ് ഒക്കെ ഉണ്ടാവും. സൂക്ഷിച്ച് കൊണ്ടൊക്കെ നിൽക്കുക. ഈ മസാല ഇല്ലേ, ഇതും കൂടെ ഒന്ന് അങ്ങോട്ട് മൊരിച്ചെടുക്കാം. ലിവറായിട്ട് അതിലോട്ടിട്ട് സെറ്റ് ചെയ്താൽ പോരെ. ഇന്ന് 2 പ്രാവശ്യം മറച്ചെടുക്കാം. അത് മതിയാകും ലിവർ. എനിക്ക് തോന്നുന്നു പപ്പ വിസിലടിക്കാൻ നേരത്തെ ഇടുവാണെങ്കിൽ പിന്നെ അത് കുഴഞ്ഞു പോകത്തില്ലേ, അതിലിടത്തില്ല. ഇടാൻ നോക്കില്ല. ഈ ലിവർ അങ്ങ് എടുത്ത് മാറ്റി. ഇനി നമ്മളിത് കുറച്ച് അത് മതി, അത് കളയണ്ടല്ല. ഇത് നേരെ തിരിഞ്ഞു പോയി. ഇത് ഇട്ടിട്ടില്ല മസാല ഉള്ളത്. ഇപ്പൊ അതിനകത്തുള്ളത് അങ്ങോട്ട് ഇട്ടത്. ഇനി ഇതങ്ങോട്ട് വാട്ടിയെടുക്കുക, അത്രേ ഉള്ളൂ. 2 സൈസ് സവാള ഇട്ടത് വേറൊന്നും കൊണ്ടല്ല, അതേ ഉണ്ടായുള്ളത്. സവാള തീർന്നു പോയി. സവാളയൊക്കെ മേടിക്കണം. ഇങ്ങനെ അങ്ങോട്ട് വാട്ടിയെടുത്ത് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കുമ്പോ സംഭവം ഇച്ചിരി ഉപ്പ്, പൊടിക്ക് ഉപ്പിട്ടേക്കാം. അത് ഇതിന് മാത്രമുള്ളല്ലേ, നമുക്ക് ചിക്കനൊക്കെ ഉപ്പിട്ടതല്ലേ. ലാസ്റ്റ് നോക്കിട്ടാ പിന്നെ ഇത്രയും പാടുപെട്ടിട്ട് എടുത്ത് കളയേണ്ടി വരും. ഇപ്പം വാടിയല്ലേ. ഇനി അതിന്റെ തൊട്ട് നമ്മൾ എടുത്തു വെച്ച പൊടിയെല്ലാം, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് മസാലപ്പൊടി. കുരുമുളക് പൊടി ലാസ്റ്റ് ഇടാം, കഷ്ണം ഇട്ടിട്ട്. ഇപ്പോഴേ അതിന്റെ സ്മെല്ലൊക്കെ കളയണ്ട. സ്മെല്ലല്ല, പവർ കളയണ്ട അല്ലേ. കോക്കനട്ട് ക്രീം വേണമെങ്കിൽ ഇടാം, പക്ഷെ നമ്മൾ ഇടണില്ല. അതിട്ടാ അടിപൊളിയായിരിക്കും. നാളത്തേക്ക് വെച്ചാലേ ഒന്നും പറയണ്ടേ. കുറച്ച് കോക്കനട്ട് ലാസ്റ്റ് കഷ്ണം ഇട്ട് കുരുമുളക് പൊടി ഇടുക, ഇച്ചിരി പെരിഞ്ചീരകം ഇട്ട് നമ്മൾ കഴിക്കും. നാളത്തേക്കാണെങ്കിൽ കുറച്ച് കോക്കനട്ട് ക്രീം, കാരയുടെ കോക്കനട്ട് ക്രീം മാത്രമേ ഇടാവുള്ളൂ. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്, നല്ലതാണ്. അതിട്ട് അതിന് വില കൂടുതലുവാ. കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും കൂടെ ഇട്ട് അടച്ചാറി കഴിയുമ്പോൾ അടച്ചങ്ങ് മാറ്റി വെക്കുക. നാളെ വല്ല അപ്പോ ബ്രെഡാണെ പെട്ടെന്ന് ചാറങ്ങോട്ട് തീരും. അപ്പോ ചപ്പാത്തി അതായിട്ടങ്ങോട്ട് കഴിക്കാൻ സൂപ്പറാ. പാടട്ടല്ലേ കുറച്ചുകൂടെ ആയോ? നമുക്കിനി ഒന്ന് ഇതിനകത്തും കൂടെ വെക്കാനുണ്ട്, കുക്കറിലും കൂടെ ഇടാനുണ്ടല്ലോ. നമ്മൾ ഇതിനകത്തൊന്ന് ഇതിപ്പോ റോസ്റ്റായി അല്ലേ? ഇത് റോസ്റ്റായി. ഇനി നമ്മളിപ്പോ തൽക്കാലം നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടി വരും അല്ലേ? അല്ലെ പാലൊഴിച്ച് വെക്കണം. പാലൊഴിച്ച് കുക്കറിലോട്ട് വെക്കായിരിക്കും അല്ലേ? കുരുമുളക് പൊടി ഇട്ടില്ലേ ഇപ്പം? കുരുമുളക് പൊടി ഇട്ട്. ഓക്കെ, കുറച്ച് കുരുമുളക് പൊടി ഇട്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് പെരിഞ്ചീരപ്പൊടി ഇടാം. അവനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ആകർഷിക്കുന്ന സാധനങ്ങളാണല്ലോ.
പെരുംജീരകപ്പൊടി അല്ലേ? പെരുംജീരകപ്പൊടി. കളറ് കണ്ടാ മോനെ. ഇനി അത് വരുവേ, ഇനി ക്രീം അങ്ങോട്ട് ഒഴിച്ച് കഴിയുമ്പോഴേ പെരുംജീരകപ്പൊടി ഒന്നും കൂടരുത് കേട്ടോ. കോക്കനട്ട് ക്രീം എടുക്കാൻ പോയ ആളെ കാണാറില്ലല്ലോ. നമ്മൾ ഇത്തിരി കുക്കറിൽ വെക്കണ്ട, അതിന്റെ ആവശ്യം ഇല്ല. ഇതിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ നമ്മൾ കുറച്ച് ഇത് വന്നി കുറച്ച് വെള്ളവും തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇട്ടാൽ അതിനാ ഒരു എല്ലാ സ്ഥലത്തും അങ്ങ് പിടിച്ചിരുന്നോളൂ. ഇതൊരു കഷ്ണമായിട്ടാണെങ്കിലൊന്നുമില്ല, കുറേ നേരം ഇരിക്കാം നമുക്ക്. മുട്ട വെട്ടണം. തേങ്ങാപ്പാലെടുത്തു. നമ്മളപ്പോ ഒരു കുറച്ച് നന്നായിട്ട് ഇപ്പൊ വെള്ളമൊന്നും ഇല്ല, നല്ല ഡ്രൈ ആയിട്ട്. പക്ഷെ നമുക്ക് ഞാൻ ഈ പൂരിയുടെ കൂടെയാണ് ഇത്തിരി ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ കഴിക്കാം ആക്ച്വലി. ഇത് വെറുതെ കഴിക്കാൻ സൂപ്പർ. കുറച്ചൊരു വെള്ളം ഒഴിച്ചു. അങ്ങനെ എല്ലാം അങ്ങോട്ട് പിടിപ്പിക്കാൻ നല്ലതാണ്. എല്ലാ പീസിലും അങ്ങോട്ട് എത്തും. ഇപ്പൊ സാധനം കണ്ട, തക്കാളിയൊക്കെ വേണമായിരുന്നെങ്കിൽ ആദ്യം ഇടായിരുന്നു കേട്ടോ. നമുക്ക് അതിന്റെ ടേസ്റ്റ് മാറ്റാൻ കഴിയുമല്ലോ. ഓഫ് ചെയ്ത് ഇതിൽ ഇവനങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാല്, തേങ്ങാ ക്രീം എടുത്തത്. തേങ്ങ കോക്കനട്ട് ക്രീം നല്ലതായിരിക്കണം കേട്ടോ. പൊട്ട സാധനമൊക്കെ മേടിച്ചിട്ട് കറി മൊത്തം അലമ്പായി പോകും. നാട്ടിലുള്ളവർക്ക് കുഴപ്പമില്ല, നമ്മുടെ തേങ്ങ അങ്ങനെ ചെറിയ വില കൂടുതല. പക്ഷെ അത് നല്ല ഇവിടെ ഉള്ളവര് നല്ലത് നോക്കി സെലക്ട് ചെയ്യണം. നാട്ടിലാണെങ്കിൽ ഈസിയാണ്. നമ്മുടെ തേങ്ങ ചിരവി നമ്മുടെ $1 $1.5 ഇരിക്കണ്ട്. ഇതാ കണ്ട ഗ്രേവി ഇത്രയും മതി. ഇപ്പൊ കഷ്ണം എല്ലാത്തിലും പിടിക്കും. ഇത്തിരിയും കൂടെ വരുന്നത് അത്ര വേണം. കുഴപ്പമില്ല, ഒന്നും കൂടിയ. ഇനിയാണ് നമ്മുടെ അംഗം തുടങ്ങാൻ പോകുന്നത്. ടേസ്റ്റ് നോക്കൽ മഹാമഹം. ടേസ്റ്റ് നോക്കൽ മഹാമഹം. എന്തെങ്കിലും ആണ് പറഞ്ഞൊന്നും തെറ്റിപ്പോയെന്നും പറഞ്ഞിട്ട് അടിപൊളി. ഉപ്പ് നോക്കണം. ഇതേപോലത്തെ കഷ്ണങ്ങൾ വെക്കുമ്പോഴേ വലിയ പീസാക്കി വെക്കരുത്. അതായത് നമ്മൾ ചെറിയ പീസായിരിക്കും. നമുക്ക് ഇങ്ങനെ ഓരോ കഷ്ണം എടുത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ രീതി. അപ്പൊ ഇത് സെറ്റായി, ഇത് കഴിഞ്ഞു. അല്ല പപ്പ, ഇത് 3 ടേസ്റ്റ് നോക്കണം, 1 ടേസ്റ്റ് നോക്കിയാ ഇത് ചെയ്യുമ്പോ 3 പൂരിയില് നോക്കണം. 3 പൂരിയിലും കഷ്ണം വെക്കണം. എങ്ങനെയൊന്നും പറ്റിയൊന്നുമില്ലടാ. ഇട്ട് കഴിഞ്ഞില്ലേ, ടേസ്റ്റ് നോക്കുക. അല്ല, ഇങ്ങനെ കിടക്കണ്ടേ, ഒരു കാണാൻ ചന്തം വേണ്ടേ. നിങ്ങടെ നോക്കിക്കേ. ഇനി ചട്ടിന്ന് കണ്ണെടുത്ത് സാർ എന്നൊക്കെ വേണോ? ഇങ്ങോട്ട് നോക്കിയപ്പാ. ഇതെന്താ ആദ്യം ഒന്ന് വെക്കട്ടെ. എങ്ങനെയുണ്ട്? നിങ്ങൾ കഴിച്ചു നോക്കട്ടെ, അഭിപ്രായം പറഞ്ഞാൽ മതി. പൂവൻകോഴി ടേസ്റ്റ് ഞാൻ പറയേണ്ട കാര്യമുണ്ട്. ഇതത്ര ശരിയല്ല ഏർപ്പാടല്ല ഇത്. എന്നാ വീഡിയോ വൈൻഡപ്പ് ചെയ്തോ, പറഞ്ഞ് ടേസ്റ്റ് പറഞ്ഞിട്ട്. ടേസ്റ്റ് അടിപൊളി, കറി അടിപൊളി, ഇറച്ചി വെന്ത്, ഇറച്ചിയുടെ ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഇല്ല, അത് കൊള്ളൂല. അപ്പൊ എല്ലാരോടും പറഞ്ഞു വൈൻഡപ്പ് ചെയ്തോ വീഡിയോ. അപ്പൊ ചിക്കൻ കറി, നമ്മുടെ പൂവൻകോഴിക്കറി പൂവൻകോഴിക്കറി അടിപൊളിയാണ്. അപ്പൊ ഇനി 2 കൂടെ അവിടെ കിടപ്പുണ്ട്. നൈസായിട്ട് പോയി അതും പിടിച്ചിട്ട് വരണം. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയട്ടെ, ഇതിന്റെ ക്ഷീണമൊന്ന് മാറിയിട്ട് മതി.
ഓക്കെ, അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. കുറച്ച് റൈസ് ഒക്കെ കൊടുത്ത് നന്നാക്കാൻ അതെ, ഇതിന്റെ അകത്ത് മാംസം കുറവാണല്ലേ ചോല. കുറവാണ്. ഇപ്പൊ വീഡിയോ കൊടുത്തോണ്ട് ആക്രമിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല. ഇത് വീഡിയോ ഒക്കെ കട്ടാണ്, എന്നാലും ഇതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണേ. അതെ, അപ്പൊ അത് പിടിച്ചോണ്ട് തന്നെ ഒന്ന് വൈൻഡപ്പ് ചെയ്തോ. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ, നല്ലതല്ലേ? അടിപൊളി. നാളത്തേക്കൊക്കെ വെക്കുകയാണെങ്കിൽ വേറെ ലെവലാവും. ഇതെല്ലാം ഒരു ദിവസം കൂടി ഇരിക്കണം. സുന്ദരൻ ഇപ്പോഴത്തെ ടേസ്റ്റ് സുന്ദരൻ, സുന്ദരനാ എന്നെപ്പോൾ സുന്ദരൻ നിറവും. അപ്പൊ ഓക്കെ, ബൈ.